സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും മുൻ DCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും BJPയിൽ ചേർന്നു. BJP തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ അംഗത്വം നൽകി. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും മറ്റു നേതാക്കളും BJPക്ക് എത്തിയവരെ സ്വീകരിച്ചു. കെ. കരുണാകരന്റെ ഭരണത്തോടെ കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയെന്ന് തമ്പാനൂർ സതീഷ് പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടിയാണ് കോൺഗ്രസുകാർ BJPയിലേക്ക് പോകാൻ കാരണം. കോൺഗ്രസ് തന്നെ അവഗണിച്ചുവെന്ന് സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസ് പറഞ്ഞു. പരാതികൾ കേൾക്കാൻ തയ്യാറായില്ല. കോൺഗ്രസിൽ വനിതകൾക്ക് സ്ഥാനമില്ല. മോദിയുടെ പ്രവർത്തനം കായിക രംഗത്തിന് അനുകൂലമാണ്. സ്ഥാനമാനം മോഹിച്ചിട്ടല്ല BJPയിലേക്ക് വരുന്നത്, മടുത്തിട്ടാണെന്നും പത്മിനി തോമസ് പറഞ്ഞു. മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. കാര്യം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ എനിക്കുണ്ടായി. പത്മിനി തോമസ് ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് സ്ഥാനമാനങ്ങളൊന്നും നോക്കിക്കൊണ്ടല്ല. ഇന്ന് ഞാൻ ഒരു സ്ഥാനമാനത്തിൻ്റെയും പുറകെ പോയിരുന്നു. ഈ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ് സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാവുന്നതുപോലെ കെ. കരുണാകരൻ അതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ പോലെയുള്ള നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആൾ കൂടിയാണ് പത്മിനി തോമസ്. കഴിഞ്ഞ ദിവസം അവർ അത് സ്ഥിരീകരിച്ചിരുന്നു, പോവുകയാണ് BJPയിലേക്ക് എന്നത്. ഇതിപ്പോൾ മടുത്തിട്ടാണ് എന്നവർ പറയുന്നതിൻ്റെ സാഹചര്യം എന്താണ്? കൂടുതൽ വിശദീകരണങ്ങൾ ഉണ്ടോ? മറ്റൊന്ന്, തമ്പാനൂർ സതീഷിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിരുന്നു, എന്നാൽ വേറൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്ന തരത്തിലേക്ക് പറയുകയും ഇന്ന് BJPയിലേക്ക് ചേരുകയും ചെയ്യുന്നു. ഒപ്പം കുറച്ച് പ്രാദേശിക നേതാക്കൾ കൂടിയുണ്ട്. അനുജ, പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയതിന് പിന്നാലെ തന്നെ ഈ കരുണാകരൻ പക്ഷക്കാരെയും ഒപ്പം കോൺഗ്രസിൽ നിലവിൽ നേതൃത്വത്തോട് അതൃപ്തി വച്ച് പുലർത്തുന്നവരെയും BJP ലക്ഷ്യമിട്ടിരുന്നു. ഇന്ന് 11 മണിയോട് കൂടി കൂടുതൽ നേതാക്കൾ BJPയിൽ ചേരുമെന്ന് BJP സംസ്ഥാന നേതൃത്വം തന്നെ ഇന്നലെ അറിയിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് തമ്പാനൂർ സതീശും പത്മിനി തോമസും ഔദ്യോഗികമായി BJP അംഗത്വം സ്വീകരിച്ചത്. രാവിലെ 11 മണിക്ക് BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ഇരു നേതാക്കളും BJP അംഗത്വം K. സുരേന്ദ്രന്റെയും ഒപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെയും പക്കൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത്. ഇവർക്ക് പുറമെ മുൻ DCC ജനറൽ സെക്രട്ടറി കൂടിയായ VN ഉദയകുമാറും മറ്റ് പാർട്ടി പ്രവർത്തകരും, നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരും BJP അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. ഈ നേതൃത്വത്തിനെതിരെ വലിയ വിമർശനമാണ് പത്മിനി തോമസും ഒപ്പം തമ്പാനൂർ സതീശും ഉന്നയിച്ചത്. പത്മിനി തോമസ് പ്രധാനമായും പറഞ്ഞ കാര്യം, യാതൊരു തരത്തിലുള്ള ഒരു പരിഗണനയോ അംഗീകാരമോ ഈ കോൺഗ്രസിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടില്ല. മനസ്സ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് എന്നതായിരുന്നു പത്മിനി തോമസിന്റെ പ്രതികരണം. കായിക താരങ്ങളോട് മോദി സർക്കാരിന് അനുകൂല നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ BJPയിലേക്ക് പോകാനുള്ളൊരു കാരണം അതാണെന്ന് കൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ താൻ മോഹിച്ചിട്ടില്ല എന്നും പത്മിനി തോമസ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. തമ്പാനൂർ സതീശ് വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് അടിമുടി തകരും. ഒപ്പം 14 ജില്ലകളിലെയും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് പോകുമെന്ന് കൂടി തമ്പാനൂർ സതീശ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്നാണ് പാർട്ടി പദവികൾ തമ്പാനൂർ സതീശ് രാജിവെച്ചത്. പക്ഷേ അപ്പോഴും BJPയിലേക്ക് പോകുമെന്ന സൂചനകളും അഭ്യൂഹങ്ങളും ഒക്കെ പൂർണ്ണമായും തള്ളിയ അതേ നേതാവാണ് ഇന്ന് BJP അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്ക് പുറമെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി BJP സംസ്ഥാന നേതാക്കളിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഇടതുമുന്നണിയിൽ നിന്നുള്ള നേതാക്കളും BJPയിലേക്ക് പോകുമെന്നൊരു അവകാശവാദം കൂടി K. സുരേന്ദ്രൻ ഇന്ന് നടത്തിയിട്ടുണ്ട്. എന്തായാലും BJP ക്യാമ്പിൽ ഈ കൂടുതൽ കോൺഗ്രസ് നേതാക്കളടക്കം വരുന്നതിൻ്റെ ഒരു ഇത്തരത്തിലൊരു ആഹ്ലാദം അല്ലെങ്കിൽ ഒരു ആഹ്ലാദമുണ്ട്. പക്ഷേ അതേസമയം ഈ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പിൽ പാർട്ടിയിൽ തുടർച്ചയായി അണികൾ അല്ലെങ്കിൽ നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ഒരു ആശങ്ക നിലവിൽ കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട്. എന്തായാലും കൂടുതൽ നേതാക്കൾ ഇനി BJPയിലേക്ക് എത്തുമെന്ന് BJP പറയുന്നുണ്ട്. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ നേതാക്കൾ പോവുകയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു ശ്രമങ്ങളായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുക. തലസ്ഥാനത്ത് ഏതാനും കോൺഗ്രസ് നേതാക്കളാണ് BJPയിൽ ചേർന്നത്.